നമ്മുടെ ഈ നാട്ടിൻ പുറത്തൊക്കെ സാധാരണ കാണപ്പെടുന്ന ഈ ചെറിയ ചെറിയ ജ്വല്ലകളിൽ, ടെക്സ്റ്റൈൽസുകളിൽ, ഇങ്ങനെയുള്ള ചെറിയ വ്യാപാര സ്ഥാപനങ്ങളിൽ നാട്ടുകാരിൽ നിന്ന് സാധാരണയായി ചെറിയ തുക വാങ്ങി അതിന് ഇത്ര പൈസ സ്ഥിരമായി റിട്ടേൺ കൊടുക്കും എന്നൊക്കെ, അങ്ങനെയുള്ള ചില പദ്ധതികളൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നിക്ഷേപിക്കുക, പൈസ നമ്മൾ അധ്വാനിച്ച പണം നമ്മൾ കുറച്ച് കാലത്തേക്ക് നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു താല്പര്യം മാർക്കറ്റിൽ സ്വാഭാവികമായി കൊണ്ടിരിക്കുന്ന ഇൻഫ്ലേഷൻ, ആ ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള റിട്ടേൺ കിട്ടണം എന്നാണല്ലോ. അപ്പോൾ 1,00,000 രൂപ നിങ്ങൾ നൽകിയാൽ മാസം 2,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരാം. നമ്മളത് കണക്കൂട്ടി നോക്കുമ്പോൾ 24% എന്നൊക്കെ പറയുന്ന ഹ്യൂജ് റിട്ടേൺ ആണ്. അന്നൊരിക്കലും ഒരു ലോങ് ടേമിൽ അതൊന്നും പോസിബിൾ ആവണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് മനസ്സിലാകാതെ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പെടുന്നത്, അത് തട്ടിപ്പാണെന്ന് പോലും ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കുന്നു? 2 കാര്യങ്ങളാണ് അതിൽ. ചിലതൊക്കെ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ തട്ടിപ്പായിരിക്കില്ല എന്നുള്ളതാണ്. തട്ടിപ്പായിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിസ്മാനേജ്ഡ് ആയിരിക്കും. അതായത് ഒരു ബിസിനസ്സിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ അറിയാത്ത, അല്ലെങ്കിൽ ഇത്ര ലാഭം കൊടുക്കാൻ പറ്റുമോ പറ്റില്ല എന്നറിയാത്ത ആളുകൾ തുടങ്ങുന്ന ബിസിനസ്സിൽ സ്വാഭാവികമായിട്ടും ലാഭം കൊടുത്തു തുടങ്ങിയാൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരും. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുത്ത് റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് റിട്ടേൺ കൊടുത്തിട്ട് കുറച്ച് കാലമെങ്കിലും മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ ഫണ്ട് ഫ്ലോ ഉള്ള സ്ഥാപനമായിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ ഒരൊറ്റ വികുന്നതാണ് നമ്മൾ കാണുന്നത്, ഒറ്റ താഴ്ചയാണ് കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ തട്ടിപ്പ് ഉദ്ദേശിച്ച് തുടങ്ങിയ സ്ഥാപനം ആയിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ മതപരമായിട്ടുള്ള വ്യൂ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ വ്യൂവിൽ മാത്രം പറഞ്ഞാൽ തന്നെയും അത് ഒരു തട്ടിപ്പ് ഉദ്ദേശിച്ച് തുടങ്ങിയ സ്ഥാപനമായിരിക്കില്ല. പക്ഷേ അത് മിസ്മാനേജ്ഡ് ആയിട്ട് വീണുപോയ സ്ഥാപനമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ശതമാനം സ്ഥാപനങ്ങളിലും ഈ മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇത് മിസ്മാനേജ്ഡ് ആയിട്ട് പോകുന്ന നല്ലൊരു ശതമാനം സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ മുന്നിലെത്തുന്ന പല നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അസസ് ചെയ്യുന്ന ഇവിടെ നിലനിൽക്കുന്ന പല ബിസിനസ്സുകളെയും നോക്കിയാൽ നമുക്ക് ചിലതെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി രണ്ടാമത്തതാണ് തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത്. തട്ടിപ്പ് ഇതേപോലെ തന്നെ ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന ഇതായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി ആവുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒരാൾക്ക് സുഖമായിട്ട് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നേരത്തെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ധൈര്യമായി ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ വിശദീകരിച്ചാൽ. ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ധൈര്യമായി ചെയ്യാൻ പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഇതിനെ കൃത്യമായി അസസ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയുള്ള ബിസിനസ്സുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ നിയമപരമായിട്ട് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി വെക്കുകയും അതിൻ്റെ ഓഡിറ്റൊക്കെ കൃത്യമായി ചെയ്യുകയും ഉള്ള സ്ഥാപനങ്ങളെ നമുക്ക് നിയമങ്ങൾ പാലിക്കുന്ന എന്നൊക്കെ പറയാം. പക്ഷേ എന്നാൽ കൂടെയും അതിലൊക്കെ കുറേ മുഴുവൻ 100% കറക്റ്റായിട്ട് റെഗുലേറ്റഡ് ആണ് എന്ന്, അല്ലെങ്കിൽ അതിലൊരു വീഴ്ചയും ആ അക്കൗണ്ട്സിലൊന്നും ഇല്ല എന്ന് അഷ്യൂർ ചെയ്യുക എന്ന് ഇപ്പോൾ ഉള്ള സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടി റെഗുലേറ്റഡ് ആയിട്ടുള്ള കണക്കുകളിലുമൊക്കെ വ്യക്തമായിട്ട് നിയന്ത്രണങ്ങളുള്ള, അതിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണ സംവിധാനമുള്ള ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു സാധ്യതയുള്ള കാര്യമാണ്. ഇൻഫ്ലേഷൻ നേരത്തെ ചോദിച്ച പോലെ ഇൻഫ്ലേഷനെക്കാളും വലിയ റിട്ടേൺ കിട്ടുക, ഇൻഫ്ലേഷൻ മാത്രമാണ് എങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് മാച്ചിങ് ഫിഗറാണെന്ന് പറയാം. അതേസമയത്ത് അതിനേക്കാൾ കൂടുതലുള്ള റിട്ടേൺ കിട്ടുക എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക്, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഷെയർ മാർക്കറ്റിലേക്കൊക്കെ പോകേണ്ടി വരും. അവിടെയും പ്രശ്നമുണ്ട്. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ചില തട്ടിപ്പുകൾ അതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക്
സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തോളാം, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളാം, നിങ്ങൾ ക്യാഷ് തന്നോളി എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെക്കും. എന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഇയാൾ അത് റോൾ ചെയ്യായിരിക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം നല്ലോണം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഡിമാറ്റ് അക്കൗണ്ടും ഒക്കെ സ്വന്തം പേരിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ഈ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഫിഗർ തൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇത്ര ഷെയർ ഉണ്ട് എന്നുള്ളത് നോക്കുകയും ഒക്കെ ചെയ്യാന്നുള്ളത്. അത് നോക്കണമെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു എക്സ്പേർട്ടിൻ്റെ ആവശ്യമുണ്ടാവും. ആ എക്സ്പേർട്ടിനെ ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും മടിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത്. അങ്ങനെ ഒരു വിവരമുള്ള ആളോട് ചോദിക്കാൻ മടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ചതിക്കുഴിയിലേക്ക് വന്ന് ചാടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തുക, നല്ല കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്ട്രാറ്റജിയൊക്കെ അവരോട് ചോദിക്കുക. അത് തൻ്റെ പേരിലാണ് തൻ്റെ പേരിൽ തന്നെയാണ് എന്ന് അഷ്യൂർ ചെയ്യാൻ വേണ്ടി ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ രേഖകളോ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടോ എല്ലാം പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.